ഹലോ നമസ്കാരം, ഞാൻ രതീഷ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം ചിക്കനും കൂർക്കയും കൂടിയുള്ള നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക്. അപ്പോൾ ചിക്കനും കൂർക്കയും ഉണ്ടാക്കാനായിട്ട് ഒരു 300 ഗ്രാം ചിക്കൻ നന്നായി കട്ട് ചെയ്ത് ബോൺലെസ് പീസാണ് എടുത്തുള്ളത്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലത്തെ അത്ര തന്നെ കൂർക്കയും നന്നായി കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇടുന്നു, കൂർക്ക ഇടുന്നു, ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായി വേവിച്ചെടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് ചിക്കൻ്റെയും കൂർക്കയുടെയും മിക്സായൊരു ഫ്ലേവർ. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിനകത്തേക്ക് നമുക്ക് പാൻ വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്വല്പം കടുക് പൊട്ടിക്കാം. ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഏകദേശം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ ചിക്കൻ മസാല നന്നായി വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കനും കൂർക്കയും വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്. ചിക്കനും കൂർക്കയും പിന്നെ മസാലയും കൂടിയുള്ള നല്ലൊരു ഫ്ലേവറാണ്. കുറച്ചുകൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ചിക്കനും കൂർക്കയും മെഴുക്ക് വരട്ടി ഒരു അടിപൊളി ഐറ്റമാണത്. അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിനായി പാത്രം വെച്ചിട്ടുണ്ട്. സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള, പച്ചമുളക്, കുക്കറാണ് വെച്ചുള്ളത്. കുക്കറിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക്
1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല. നന്നായി വഴറ്റിയെടുക്കാം. മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒറ്റൊരു വിസിൽ മതി. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് സെറ്റായിട്ടുണ്ട്. നല്ല പാലക്കാടൻ മട്ട, ചിക്കൻ കറി, പപ്പടം, ചിക്കനും കൂർക്കയും കൂടെയുള്ള തോരൻ. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. താങ്ക് യു.